പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഹല്ലേലൂയ നവംബർ മാസം 13 ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലെന്ന് ഓർത്ത് നോക്കി. എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തി. സ്തോത്രം 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 സ്തോത്രം. അപ്പ ആമേൻ. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം നമ്മളെ വിടുവിച്ച് കഴിഞ്ഞ പകൽക്കാലം ചിറകിൻ്റെ മറവിൽ ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലെ നമ്മളെ ഒളിപ്പിച്ചു വെച്ച കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് സ്തോത്രം 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 സ്തോത്രം. അപ്പ രാത്രികാലം നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. സ്വസ്ഥമായി കിടന്നുറങ്ങുവാൻ കർത്താവിൻ്റെ പ്രത്യേക ഫേവർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നല്ലോ. അതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. അപ്പ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം. കരമുയർത്തി പറ, കർത്താവിന് സ്തോത്രം. ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം, സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം. ആവശ്യങ്ങൾ അങ്ങ് ഞങ്ങളെ താങ്ങി എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ നന്ദിയോടെ സ്തോത്രം. കർത്താവ് ഉണർത്തിയതിനായിട്ട് സ്തോത്രം, കർത്താവ് ഉണർത്തിയതിനായിട്ട് സ്തോത്രം, കർത്താവ് ഉണർത്തിയതിനായിട്ട് സ്തോത്രം. ഈ പകൽക്കാലവും ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന അപ്പയുടെ കൃപകൾക്ക് നന്ദി. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു. ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നല്ലവൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ മാറിപ്പോയാലും അങ്ങയുടെ ദയ ഞങ്ങളോടുള്ളത് മാറിപ്പോകുന്നില്ല. അങ്ങയുടെ നിത്യദയയെ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ ആ മഹാസ്നേഹം ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ല അപ്പയാകുന്നു, അങ്ങ് നല്ല അപ്പയാകുന്നു. കാരണം ഉയർത്തി പറയാം, എൻ്റെ അപ്പ നല്ല അപ്പ. താങ്ക് യു ഫാദർ. ഓ നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ല അപ്പനാകിയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുക, 100-ാം സങ്കീർത്തനത്തിൽ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവം എന്നറിവീൻ. കർത്താവ് നമ്മെ ഉണ്ടാക്കി, നാം കർത്താവിനുള്ളവരാകുന്നു, കർത്താവിൻ്റെ ജനവും കർത്താവ് മേയ്ക്കുന്ന ആടുകളും തന്നെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നസ്രനായ യേശുവിൻ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുക. അപ്പാ അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം, കരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം. അപ്പയുടെ ദയ എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. അപ്പം ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ ഏത് കോർണറിലിരുന്ന് ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നെങ്കിലും അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ്സിനെ ഞാൻ ഇവരിലേക്ക് റിലീസ് ചെയ്യുന്നു. അവരായിരിക്കുന്നിടത്ത് ഒരു പ്രത്യേക അനുഗ്രഹം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ക്യാൻസർ രോഗികൾ, ഹല്ലേലൂയ, താങ്ക് യു. കുടലിനകത്ത് ക്യാൻസറാൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവുക, ആരോഗ്യം പ്രാപിക്കുക, പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ. ആമേൻ. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ തൻ്റെ കുഞ്ഞുങ്ങൾ നിറയപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആത്മാവിൻ്റെ പകർച്ചയുണ്ടാകട്ടെ. പുതുബലം പ്രാപിക്കട്ടെ, പുതുശക്തി പ്രാപിക്കട്ടെ. ജയത്തോടെ പാപത്തെ ജയിച്ച്, ലോകമോഹങ്ങളെ ജയിച്ച്, ഈ കാലഘട്ടത്തിൻ്റെ പാഷനുകളെ ജയിച്ച് ഓടുവാൻ തക്കവണ്ണം, ദൈവീക പാഷനിൽ ഓടുവാൻ തക്കവണ്ണം, കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഓടുവാൻ ആവശ്യമായൊരു വലിയ ദൈവകൃപ യേശുവിൻ നാമത്തിൽ തൻ്റെ മക്കളുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കുന്നതിന് സ്തോത്രം. അതുപോലെ ജോലിയില്ലാത്തവരെ അനുഗ്രഹിക്കുന്നു, അവർക്ക് വഴി തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹയർ സ്റ്റഡീസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ ഇടങ്ങളിൽ ദൂരദേശങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൽക്കാലം കർത്താവിൻ്റെ പ്രത്യേക ഫേവർ, പ്രത്യേക പ്രൊട്ടക്ഷൻ എല്ലാവരോടും കൂടെ ഉള്ളതിന് സ്തോത്രം. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തക്കതായ പ്രപ്പോസൽസ് യേശുവിൻ നാമത്തിൽ വരട്ടെ. അതുപോലെ കർത്താവെ, ബിസിനസ് ചെയ്യുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ബിസിനസ്സിൽ യേശുവിൻ്റെ നാമത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിനായി സ്തോത്രം. വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നവർ അത് വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യുവാൻ കർത്താവിൻ്റെ പ്രത്യേക ഗ്രേസ് കൊടുക്കണം. മുടങ്ങിക്കിടക്കുന്ന പണികൾ യേശുവിൻ നാമത്തിൽ ആരംഭിക്കട്ടെ.
കർത്താവ് ചെയ്ത അത്ഭുതത്തിന് നന്ദി. ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ് കൃപയിൽ പുതിയ വലിയൊരു ഉണർവ് ലോകവ്യാപകമായി യേശുക്രിസ്തുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. പ്രത്യേകമായി പ്രാർത്ഥിച്ച് ആമേൻ നിങ്ങളതിൽ ജോയിൻ ചെയ്യണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ കുടുംബക്കാർ, സ്വന്തക്കാർ, കൂട്ടുകാർ എല്ലാവരെയും അതിനായിട്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യണം. കൈകളെ ഉയർത്തിപ്പിടിച്ച് ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി നമുക്കൊരു വാക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ മീറ്റിങ്ങിനെ ബ്ലെസ് ചെയ്യുന്നു. കർത്താവിൻ്റെ മഹിമ ഇന്നത്തെ മീറ്റിങ്ങിൽ വ്യാപരിക്കട്ടെ. ദൈവശക്തി ഇന്നത്തെ മീറ്റിങ്ങിൽ വ്യാപരിക്കട്ടെ. ആത്മാവിൻ്റെ വലിയ നിറവ് ഇന്നത്തെ മീറ്റിങ്ങിൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്നത്തെ മീറ്റിങ്ങിനെ ആമേൻ കൺട്രോൾ ചെയ്യുന്നതിന് സ്തോത്രം. ജനം ഒഴുകി വരുന്നതിന് സ്തോത്രം. വചനം വെളിപ്പെടുന്നതിന് സ്തോത്രം. അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ഈ രാത്രിയിൽ സംഭവിക്കുന്നതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളോടൊപ്പം കൂടെ ഇരിക്കട്ടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ, നമ്മളെപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു വാക്യമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ഉള്ളിൽ തന്നിരിക്കുന്നത്. സദൃശ്യവാക്യം 9:10 വാക്യം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ദൈവിക ജ്ഞാനത്തെക്കുറിച്ച് കേട്ടിരുന്നു. ജ്ഞാനത്താലാണ് സകലതും പണിയപ്പെടുന്നത്. ദൈവം നമുക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം തന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബജീവിതത്തെ പണിയുവാൻ, നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ്, ശുശ്രൂഷ എല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ പണിയപ്പെടണം. ശലോമോൻ തൻ്റെ ദൈവിക ജ്ഞാനത്തിലാണ് തൻ്റെ കൊട്ടാരം പണിഞ്ഞതും തൻ്റെ ഭരണം ആരംഭിച്ചതും താൻ കാര്യങ്ങൾ ചെയ്തതുമെല്ലാം. അതുകൊണ്ടാണ് ശലോമോൻ പ്രസിദ്ധനായി തീർന്നത്. ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജ്ഞാനം മാതിരിയല്ല. ദൈവത്തിൻ്റെ ജ്ഞാനം അവൻ മലിനപ്പെടാത്ത ജ്ഞാനമാണ്. അതിനകത്ത് കുറവുകൾ ഉണ്ടാകത്തില്ല. ഒരു വ്യക്തി ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ, അത് കുഞ്ഞുങ്ങളായാലും പ്രായമുള്ളവരായാലും, അവർ ഉയർച്ച തന്നെ പ്രാപിക്കും. അവർ വിശിഷ്ടരായി വിളങ്ങും. വ്യത്യസ്ത അനുഭവങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇവിടെ പരിശുദ്ധൻ നമുക്കെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനം ആവശ്യമാണ്. നമ്മളെല്ലാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാറുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ വേദപുസ്തകം പറയുന്നു ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം, അതായത് ദൈവജ്ഞാനം ഒരാളുടെ മേൽ തുറക്കപ്പെടുവാനുള്ള എളുപ്പ വഴിയെന്ന് പറയുന്നത് ആ വ്യക്തി യഹോവയെ ഭയപ്പെടുന്ന ആളായിരിക്കണം. യഹോവ ഭക്തി, ഫിയർ ഓഫ് ദ ലോഡ്. ആമേൻ, ഫിയർ ഓഫ് ദ ലോഡ്, ദൈവ ഭയമുള്ളവരായിരിക്കണം. കർത്താവിനെ, അതായത് ബഹുമാനത്തോടുകൂടെയുള്ള ഭയം നമുക്ക് നമ്മുടെ കർത്താവിൽ ഉണ്ടാകണം. അവിടെയാണ് നമ്മളിലേക്ക് ജ്ഞാനം ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്, ജ്ഞാനം ഓപ്പൺ ആകപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തുവാണ് ദൈവഭയം എന്ന് പറയുന്നത്? ഇപ്പം നമുക്ക് കള്ളന്മാരെ പേടിയുണ്ട്, അല്ലെങ്കിൽ ദുഷ്ടമൃഗങ്ങളെ നമുക്ക് പേടിയുണ്ട്. അതിനെ നമുക്ക് ഭയമെന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു പേടിയാണ്, പേടി സ്വപ്നമാണ്. നമുക്ക് ദൈവം അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ ഭയമുണ്ട്. അതെങ്ങനെയാണ് ഭയപ്പെടുന്നത്? ബഹുമാനത്തോടുകൂടെയുള്ള ഭയമാണ്. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ദൈവത്തോട് ബഹുമാനത്തോടുകൂടിയുള്ള ഭയമുണ്ടാകണം. അത് നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. ഒന്നാമത്തെ കാര്യം, ഒരാൾക്ക് ദൈവഭയമുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവെന്ന് പറയുന്നത് ആ വ്യക്തി ഭയഭക്തിയോടുകൂടെ കർത്താവിനെ ആരാധിക്കും. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഞാൻ ദൈവസന്നിധിയിലായി ഇരിക്കുന്നത് ആ ബഹുമാനത്തോടുകൂടെയുള്ള ഒരു ഭയം. ആ വ്യക്തി ആരാധിക്കുമ്പോൾ, കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കുകയാണെങ്കിലും, സഭായോഗത്തിൽ ഇരിക്കുകയാണെങ്കിലും, എവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിലും അവൻ്റെ ഉള്ളിലൊരു ബോധം വരും, ഞാൻ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പം അത് ആ വ്യക്തിയുടെ ഉള്ളിൽ ആ ഒരു ഭയം ഉണ്ടാകും, ദൈവത്തോടുള്ളൊരു ഭയം. രണ്ട്, അതായത് അതിനകത്ത് പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ഒക്കെ ആ കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ട് കർത്താവ് വലിയവനാണെന്നും കർത്താവ് വിശ്വസ്തനാണെന്നും മനസ്സിലാക്കി ബഹുമാന ഭയത്തോടുകൂടെ ആയിരിക്കും കർത്താവിനെ ആരാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ എന്നാ പറയുന്നത്, നമ്മൾ കർത്താവിൽ പൂർണ്ണമായി അങ്ങ് ആശ്രയിക്കും. ദൈവത്തോടുള്ള ആശ്രയം വലുതായിരിക്കും. വേറെ ഒന്നിലും ആശ്രയിക്കത്തില്ല, കുറുക്കു വഴികളൊന്നും നോക്കത്തില്ല. ഓൺലി ട്രസ്റ്റിംഗ് ഇൻ ഗോഡ്. ദൈവത്തിൽ മാത്രം ആശ്രയം വെക്കും. ആ വ്യക്തി ഏതെങ്കിലും എളുപ്പ വഴിയിലൂടെ മുന്നേറണമെന്ന് ആഗ്രഹിക്കത്തില്ല. കാരണം ദൈവഭയം ഉള്ള അയാളിന് അറിയാം, എൻ്റെ ദൈവമാണ് ഉയർത്തുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ബെസ്റ്റ് എക്സാമ്പിൾ ജോസഫാണ്. പൊത്തിഫറിൻ്റെ ഭവനത്തിൽ പൊത്തിഫറിൻ്റെ ഭാര്യ ജോസഫിനെ വശീകരിക്കുമ്പോൾ ജോസഫ് പറഞ്ഞു, ഇല്ല, എൻ്റെ ദൈവമാണ് എന്നെ കൊണ്ടുവന്നത്.
എൻ്റെ ദൈവത്തിന് അല്ലെങ്കിൽ ദൈവം കാണും. ദൈവം കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന് ഹിതമല്ലാത്ത ഒന്നും ഞാൻ ചെയ്യാൻ തയ്യാറില്ല. ഒരുപക്ഷെ ജോസഫ് അവൻ ആ സ്ത്രീയുടെ വശീകരണ വാക്കുകളിൽ വീണുപോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജോസഫിന് അവിടെ അവൻ താൽക്കാലികമായൊരു നിലനിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ജോസഫിനറിയാം, ജോസഫിൻ്റെ ദർശനം വലുതാ. ദൈവഭയം ജോസഫിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പം പാപം ചെയ്യത്തില്ല ദൈവഭയമുള്ളവനറിയാം. അവൻ സാഹചര്യമുണ്ട്, ആരും കാണുന്നില്ല, നോ പ്രോബ്ലം. പക്ഷെ എന്നെ കാണുന്ന ഒരു കർത്താവുണ്ട്. അത് ദൈവഭയത്തിൻ്റെ ഒരു ലക്ഷണമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ദൈവഭയത്തെ വളർത്തിയെടുക്കുക. അവൻ ദൈവഭയമുണ്ടോ, ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിലൂടെ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ദൈവഭയമുള്ളവൻ ദൈവത്തിൻ്റെ വചനപ്രകാരം കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? അവനിൽ ദൈവത്തിൻ്റെ ജ്ഞാനം വെളിപ്പെട്ട് തുടങ്ങും. ദൈവവചനം അനുസരിക്കുമ്പോൾ ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ ജ്ഞാനം മാനിഫെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ദൈവഭയം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ. ഈ ലോകത്തിൽ ദൈവഭയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ ദൈവഭയം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഉള്ളിൽ ദൈവഭയം ഉണ്ടാകട്ടെ. ആമേൻ. ബഹുമാന ഭയം. മാതാപിതാക്കളെ എങ്ങനെ ഭയപ്പെടുന്നു അതുപോലെ തന്നെ ബഹുമാനത്തോടു കൂടെയുള്ളൊരു ഭയം നമുക്ക് കർത്താവിനോട് ഉണ്ടാകണം. യെസ്, മൈറ്റി ഗാഡ്, ഹീ ഈസ് അവർ ലവിങ് ഫാദർ. അതൊക്കെ ശരിയാണ്. ബട്ട് നമുക്ക് ആ ബഹുമാനത്തോടു കൂടെയുള്ള ഭയം കർത്താവിനോടുകൂടെ ഉണ്ടാകണം. അത് നമ്മളെ കർത്താവിനെ ആരാധിക്കുവാൻ പ്രേരിപ്പിക്കും. ആരാധിക്കുമ്പോൾ നമ്മൾ ഭയഭക്തിയോടുകൂടെ നിന്ന് ആരാധിക്കും. 2, അത് നമ്മളെ കർത്താവിൽ ട്രസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കും. 3, നമ്മൾ പാപത്തെ വെറുക്കും. ദൈവത്തോടുള്ള ഭയം, ദൈവത്തോടുള്ള ബഹുമാനം, കർത്താവിനെ സ്നേഹിച്ച സ്നേഹമോർക്കുമ്പോൾ പാപത്തെ നമ്മൾ വെറുക്കുവാൻ ഇടവരും. ഈ ദിവസങ്ങളിൽ ദൈവഭയമുള്ളവരായി നമ്മൾ മാറട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ മാറട്ടെ, ദേശം മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ദൈവഭയമുള്ളവരായി തീരട്ടെ. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീരപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, ഉയർച്ച പ്രാപിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. മറക്കരുത് വൈകിട്ടത്തെ മീറ്റിംഗ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു.